ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് ഒരിക്കൽ യേശു പറഞ്ഞൊരു സംഭവമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 46-ാം വാക്യത്തിൽ, ഒരാൾ എന്നെ തൊട്ടു, ശക്തി എന്നിൽ നിന്ന് പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു. വേറെ ആരുമല്ല, രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീ യേശുവിന്റെ അടുക്കലേക്ക് വരാനും പുരുഷാരത്തിന്റെ ഇടയിലേക്ക് വരാനും ഒരു അർഹതയില്ല, ഒരു നിയമം അനുവദിക്കാത്ത ഒരു സ്ത്രീ ഇഴഞ്ഞു വന്ന് പുരുഷാരത്തിന്റെ ഇടയിലൂടെ നൂണ് കിടന്ന, നിയമപ്രകാരം അല്ലെങ്കിലും ഒരു പുരുഷന്റെ വസ്ത്രത്തെ തൊടുക, അതും യേശുവിന്റെ വസ്ത്രത്തെ കണ്ടുപിടിച്ച് അതിന്റെ അറ്റത്ത് തൊടുക. അവന്റെ ദേഹം തൊടുന്നില്ല, എന്നാൽ അവന്റെ വസ്ത്രത്തെ തൊടാൻ എനിക്ക് പറ്റിയായിരുന്നെങ്കിൽ അത്രയും മതി, എനിക്ക് സൗഖ്യം കിട്ടിയേനെ എന്നവൾ ഹൃദയത്തിൽ കരുതി. ഈ സ്ത്രീ വിധവയായ രക്തസ്രാവമുള്ള സ്ത്രീയാണ്. ദീർഘവർഷങ്ങളായിട്ട് 12 വർഷമായിട്ട് മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാതിരുന്ന ഒരു സ്ത്രീ. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിലെ നഷ്ടങ്ങളുടെ കണക്കാണ് അവൾക്ക് പറയാനുള്ളത്. അവളുടെ ആരോഗ്യം, അവളുടെ രക്തം, അവളുടെ സമ്പത്ത്, ഇനി അതെല്ലാം നഷ്ടമായതുകൊണ്ട് തന്നെ ബന്ധങ്ങളെല്ലാം നഷ്ടമായി കാണുമായിരിക്കും. പണവും ആരോഗ്യവും സൗന്ദര്യവും ഉള്ളപ്പോഴല്ലേ എല്ലാവരും വേണ്ടത്. പണമില്ലെങ്കിൽ ആർക്കും വേണ്ട, സൗന്ദര്യമില്ലെങ്കിൽ ആർക്കും വേണ്ട, ആരോഗ്യമില്ലെങ്കിൽ ആർക്കും വേണ്ട. ഹല്ലേലൂയ. ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവളായിരിക്കുമ്പോഴും അവൾക്ക് ഒരു പ്രതീക്ഷ കിട്ടിയത്, യേശുവിന്റെ അടുക്കൽ ചെന്നാൽ യേശു എന്നെ കൈക്കൊള്ളും. ഹല്ലേലൂയ. യേശു ഒരിക്കലും എന്നെ തിരിച്ചോടിക്കില്ല. യേശുവിന്റെ അടുക്കലേക്ക് അവൾ രണ്ടും കൽപ്പിച്ച് പുരുഷാരത്തിന്റെ ഇടയിലൂടെ കടന്നു ചെല്ലുകയാണ്. അവൾ ജനത്തിന്റെ തിക്കിത്തിരക്കലിന്റെ നടുവിൽ യേശുവിന്റെ എന്ന് പറഞ്ഞ യായിറോസിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ യേശുവും കുറെ ആളുകളും പോവുകയാണ്. അതിന് തൊട്ടു മുമ്പ് ഭൂതഗ്രസ്തന് സൗഖ്യമായി കഴിഞ്ഞപ്പോൾ ഗദരദേശത്തേക്ക് പോയിട്ട് സൗഖ്യമാക്കിയിട്ട് യേശു തിരിച്ചു വരുമ്പോൾ വലിയ കൂട്ടം പുരുഷാരം അവനെ ആ തടാകത്തിന്റെ കരയിൽ നിന്ന് സ്വീകരിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോഴാണ് യായിറോസിന്റെ വീട്ടിലേക്ക് ഉള്ള ക്ഷണം വരുന്നത്. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് യായിറോസ് കൂട്ടിക്കൊണ്ടു പോകാം. ആ പോകുന്ന വഴിയിൽ പുരുഷാരം വലിയ കൂട്ടമുള്ളപ്പോഴാണ് ഈ സ്ത്രീ യേശുവിനെ കുറിച്ച് വാർത്ത അറിഞ്ഞ് യേശുവിന്റെ വസ്ത്രത്തിന് തൊങ്ങൽ തൊടുവാൻ, വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ മതി എന്ന് കണ്ടവൾ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും തകർന്ന ഉടഞ്ഞ ഹൃദയവുമായിട്ട് അവൾ യേശുവിന്റെ അടുക്കിലേക്ക് വരികയാണ്. ആ പുരുഷാരത്തിന്റെയും പുരുഷന്മാരുടെ ഇടയിലൂടെ നൂണ് കടന്ന് എങ്ങനെ കടന്നു എന്നറിയില്ലെങ്കിലും അവളുടെ കൈ നീട്ടിയ വസ്ത്രത്തിന്റെ അറ്റത്തൊട്ടപ്പോൾ യേശു പറയാ, ആരോ എന്നെ തൊട്ടു. എന്നെ തൊട്ടത് ആരാണ്? ചുറ്റും നിൽക്കുന്നവർ പറയാണ്, ഇത്രയും ജനമുള്ള എല്ലാവരും ഞാനല്ല, പുരുഷാരം നിന്നെ തിക്കുതിരക്കുന്നു. പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു. ഇത്രയും ജനം നിൽക്കല്ല. യേശു പറഞ്ഞു, യേശുവോ ഒരാളെന്നെ തൊട്ടു. അപ്പൊ ഇത്രയും പേര് തൊട്ടതല്ല, അപ്പം എല്ലാവരും തൊട്ടതുപോലെയല്ല, ഒരാളെന്നെ തൊട്ടു എന്ന് പറഞ്ഞാൽ ശക്തി എങ്കിൽ നിന്ന് പുറപ്പെട്ടത് ഞാൻ അറിയുന്നു. എന്നിൽ നിന്ന് ശക്തി ആവശ്യപ്പെട്ട് ആരോ തൊട്ടു. ഇന്ന് ഈ ദൂത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നതിന്റെ കൂടെ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷമങ്ങളൊക്കെ ഒത്തിരി പേര് അറിയുന്നുണ്ടായിരിക്കും. പക്ഷേ വിശ്വാസത്തോടുകൂടി നിങ്ങൾ തൊട്ടാൽ, ആയിരക്കണക്കിന് ആളുകൾ പറയുന്ന പ്രാർത്ഥിക്കുന്നതിന്റെ നടുവിലും യഥാർത്ഥമായ ആഗ്രഹത്തോടും തകർച്ചയോടും കൂടി നിങ്ങൾ തൊട്ടാൽ നിങ്ങളുടെ പ്രശ്നത്തെ കാണുന്നൊരു ദൈവം, നിങ്ങളുടെ മേൽ ശക്തി അയച്ച് ദൈവം വിടുതൽ തരാനായി ആഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഒരാളെന്നെ തൊട്ടു, ശക്തി എന്നിൽ നിന്ന് പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു. അതെ, അത് നമ്മളാകട്ടെ. വിശ്വാസത്തോടു കൂടി അവനെ തൊടട്ടെ, നിശ്ചയമായും ശക്തി പുറപ്പെടും. അത് യേശു അറിഞ്ഞു. ആരും അറിയുന്നില്ലെങ്കിലും കർത്താവ് നന്നായിട്ട് അറിയുന്നുണ്ട്. അവന്റെ ശക്തി പുറപ്പെട്ടു, അവളെ സൗഖ്യമാക്കി. 12 വർഷമായ രോഗം ബാധിച്ച് ആ സഹോദരി സൗഖ്യമായിട്ട് ഓടിപ്പോയില്ല. സൗഖ്യമായത് ശരീരത്തിൽ തിരിച്ചറിയുകയാണ്. സൗഖ്യമായത് ശരീരത്തിൽ തിരിച്ചറിഞ്ഞ് അവളവിടെ നിൽക്കുന്ന സമയത്താണ് താൻ മറിഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ട് വിറച്ചും കൊണ്ടെന്ന് അവന്റെ മുമ്പിൽ വീണു. അവരെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകല ജനവും കേൾക്കെ അറിയിച്ചു. ഹല്ലേലൂയ. അതൊരു വലിയ സാഹസികതയായിരുന്നല്ലോ സഹോദരി നിങ്ങൾ ചെയ്തത്. നിങ്ങൾ സൗഖ്യമായില്ലായിരുന്നെങ്കിൽ, നിങ്ങളെ ഈ രോഗം വെച്ചുകൊണ്ട് യേശുവിനെ തൊട്ടതോ പുരുഷാരത്തെ സ്പർശിച്ചതോ ഒക്കെ വലിയ കേസാകുമായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്കെതിരെ വലിയ വധശിക്ഷ ചിലപ്പം വിധിക്കാനുള്ള പ്രമാണിമാർ വരെ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ നിയമങ്ങളുണ്ട്. ഹല്ലേലൂയ. പക്ഷേ
യേശുവിനെ വിശ്വാസത്തോടെ കർത്താവിനെ തൊടുന്ന അതൊരു റിസ്ക് തന്നെയാണ്. പക്ഷെ വിശ്വാസമുള്ളവന് ഭയപ്പെടേണ്ട കാര്യമില്ല, കർത്താവ് സൗഖ്യമാക്കിയിരിക്കും. ഒരു മനുഷ്യന് ബർത്തിമായുടെ കാര്യം മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലുണ്ട്. അപ്പൊ അവന് യേശു അവനെ വിളിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പുതപ്പ ഇട്ട് കളഞ്ഞിട്ട് ചാടി അവന്റെ അടുക്കലേക്ക് വരികയാണ്. എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ആ പുതപ്പിന്റെ ആവശ്യമില്ല. അഥവാ സൗഖ്യം ആയില്ലെങ്കിലോ ആ പുതപ്പ് ആവശ്യമുണ്ട്, പാത്രം ആവശ്യമുണ്ട്. പക്ഷെ അതല്ല, വിശ്വാസമുള്ളവൻ ഇനി പുതപ്പിന്റെ ആവശ്യമില്ല. അതിന്റെ ഒരു പ്രകടനമാണ്, അല്ലെങ്കിൽ തെളിവാണ് അവൻ എടുത്തെറിഞ്ഞ്. ഹല്ലേലൂയ. സ്ത്രീക്ക് അറിയാം, ഞാൻ പോയതുപോലെ മടങ്ങി വരില്ല, എനിക്ക് സൗഖ്യം ഉണ്ടായിരിക്കും. ഞാൻ കേട്ടുകേൾവി അനുസരിച്ച്, ഞാൻ അറിഞ്ഞതനുസരിച്ച് എനിക്ക് സൗഖ്യമുണ്ട്. അത്ര ശക്തനാണ് ഈ കർത്താവ്. അതേ പ്രിയമുള്ളവരെ, ഈ കർത്താവ് വലിയ ശക്തൻ തന്നെയാണ്. ഹല്ലേലൂയ. നിങ്ങൾ അവന്റെ അടുക്കിലേക്ക് പോകുന്നത് പോലെ അല്ല നിങ്ങൾ തിരിച്ചു വരുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ, നിങ്ങൾ വിശ്വാസത്താൽ അവന്റെ കൈ നീട്ടി തൊടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചെല്ലുന്നത് പോലെ തിരിച്ചു വരികയില്ല. നിങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കും. അവനെ തൊട്ടാൽ സൗഖ്യം വ്യാപരിക്കും. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കുക കൊണ്ട് പുരുഷാരുമൊക്കെ അവനെ തൊടുവാൻ ശ്രമിച്ചെന്ന് 6-ാം അധ്യായത്തിന്റെ ലൂക്കോസ് 6:19 എഴുതിയിട്ടുണ്ട്. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട എല്ലാവരെയും സൗഖ്യമാക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഇന്ന് നിങ്ങൾ അവന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഏത് നുറുങ്ങിയ ഹൃദയവുമായിട്ട്, ഏത് വിഷയവും പ്രശ്നവുമായിട്ടാണ് നിങ്ങൾ ചെല്ലുന്നത്, ആ വിഷയത്തിനൊരു സമാധാനം തരുവാൻ, ആശ്വാസം തരുവാൻ, സൗഖ്യം തരുവാൻ, പരിഹാരം തരുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. കാലങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന വഴികൾ, വാതിലുകൾ, നന്മകൾ, തലമുറയ്ക്ക് വേണ്ടിയുള്ളത്, നിങ്ങൾക്ക് വേണ്ടിയുള്ളത് ദൈവം തുറക്കാൻ ആഗ്രഹിക്കുക. നിങ്ങളത് വിശ്വസിച്ചോ? വിശ്വാസത്തോടെ കൈനീട്ടുക, അവനിൽ നിന്ന് ശക്തി പുറപ്പെടും. പ്രിയ കർത്താവേ, ഞങ്ങൾ ഇന്ന് ഈ ദൂത് സ്വീകരിക്കുക. ഞങ്ങൾ വിശ്വാസത്തോടെ അവിടുത്തെ തൊടുകയാണ്. ഞങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവശക്തി, അവർ ആത്മാവിൽ ഈ യേശുവിനെ തൊടുമ്പോൾ, കർത്താവിന്റെ ശബ്ദം കേട്ട് കർത്താവിനായിട്ട് അവരുടെ ഹൃദയം തൊടുമ്പോൾ, കർത്താവേ, അവരിലേക്ക് അവിടുത്തെ ശക്തി വ്യാപരിക്കണമേ. അവർ വിടുതൽ പ്രാപിക്കട്ടെ. അവരുടെ ശരീരത്തിൽ അറിയുന്ന രീതിയിൽ, കർത്താവയുടെ ജീവിതത്തിലെ വിഷയങ്ങളിൽ മറുപടി വന്നത് കാണുന്ന രീതിയിൽ ദൈവം അത്ഭുതം ചെയ്യണമേ. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ദൈവ സാന്നിധ്യം അനുഭവിച്ച സാക്ഷ്യവും സന്തോഷവുമായി സഞ്ചരിപ്പാൻ ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്ന് കർത്താവിന്റെ സാന്നിധ്യം ഒത്തിരി തൊട്ടനുഭവിച്ച് സഞ്ചരിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കുറെ പേർക്ക് സന്ദേശം ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വെരി ബ്ലസ്ഡ് ഡേ.